बच्चों, फैप्सो के आज के हिंदी कक्षा में आप सबका स्वागत। हम दूसरे इकाई के पहला अध्याय जिस गली में मैं रहता हूँ चर्चा कर रहे थे। क्या आप सब लोग पाठ पढ़े? ഇംഗ്ലീഷുകാർ ദില്ലിയെയാണ് ആദ്യം ആക്രമിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിരവധി ആളുകൾ ദില്ലിയിൽ നിന്നും പലായനം ചെയ്യുന്നു. തുടർന്ന് ദില്ലിയിൽ തന്നെ കുടുങ്ങിയ നിരവധി സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. കയ്യിലുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം കഴിഞ്ഞ് നരകയാതന അനുഭവിക്കുകയാണ് ആളുകൾ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ആകെ ദേഖിയേ. एक दिन बरसात हुई. ഒരു ദിവസം മഴ പെയ്തു. खूब पानी बरसा. ഒരുപാട് വെള്ളം വർഷിക്കപ്പെട്ടു. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. ഞങ്ങൾ ഒരു പുതപ്പ് കെട്ടി അതിനു താഴെ ഒരു കുടം വെച്ചു കൊടുത്തു. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. ആ വെള്ളമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഏറ്റവും വലിയ സമ്പത്ത്. ബർസാത്ത് മഴ, റെയിൻ. ചാദർ പുതപ്പ്, ഷീറ്റ്. മട്ക കുടം, പോട്ട്. ദൗലത്ത് സമ്പത്ത്, വെൽത്ത്. आगे देखिए. असली मुसीबत 5 अक्टूबर 1857 में आई जब कुछ अंग्रेज मेरे घर में घुस आए. ശരിക്കുള്ള ആപത്ത് 1857 ഒക്ടോബർ 5-നാണ് സംഭവിച്ചത്. കുറച്ച് ഇംഗ്ലീഷുകാർ എൻ്റെ വീട്ടിൽ കടന്നു വന്നു. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. അവർ എൻ്റെ കൂടെ എൻ്റെ 2 മക്കളെയും വേലക്കാരനെയും കുറച്ച് അയൽവാസികളെയും അറസ്റ്റ് ചെയ്തു. वहाँ से कुछ दूरी पर കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ ദാ. അവിടെ നിന്നും കുറച്ചു മാറി കേണൽ ബ്രൗൺ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഓരോരുത്തരായി അയാളുടെ മുന്നിൽ ഹാജരാക്കിക്കൊണ്ടിരുന്നു. ബ്രൗൺ കാ ചെഹര സുർഖ് ദാ. ബ്രൗണിൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ആങ്കേ ബി ലാൽ ലാൽ ദി. കണ്ണുകളും ചുവന്നിരുന്നു. ഉസ്കി ഊഞ്ചായി 6 ഫുട്ട് സേ ബി ജ്യാദാ ദി. അയാളുടെ ഉയരം 6 അടിയിലും കൂടുതലായിരുന്നു. ഉസ്നെ മുജ്സെ പൂച്ചാ അബ് ക്യാ കർത്തേ ഹേ. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹാ ഉർദു മേ കവിത ലിഖ്താ ഹൂം. ഞാൻ പറഞ്ഞു, ഉറുദുവിൽ കവിതകൾ എഴുതാറുണ്ട്. തോ തും പോയറ്റ് ഹോ? ഉസ്നെ കഹാ. അപ്പോൾ നിങ്ങളൊരു പോയറ്റാണോ? അയാൾ ചോദിച്ചു. മേനെ സിർ ഹിലാക്കർ ഹാമി ബരി. ഹാ. ഞാൻ തലയിളക്കിക്കൊണ്ട് ശരിവെച്ചു. മേരെ ജവാബ് സേ ബ്രൗൺ കോ ഖുഷി ഹുയി. ഞാൻ ഉത്തരം പറഞ്ഞതു കേട്ടപ്പോൾ ബ്രൗണിന് സന്തോഷമായി. ഉസ്നെ അപ്നെ സിപ്പാഹിയോं को हुक्म दिया. इनको इज्जत के साथ घर वापस छोड़ आओ. അയാൾ തൻ്റെ പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി വീട്ടിൽ തിരിച്ചു കൊണ്ടു ചെന്നാക്കി വരൂ. മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയാ കി മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ പഡോസി ബേഹദ് സീധേ സാധേ ലോഗ് ഹേ. ഉനെ ബി റിഹാ കർ ദിയാ ജായ്. ഞാൻ കേണൽ ബ്രൗണിനോട് എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽക്കാർ വളരെ സാധുക്കളാണെന്നും അവരെയും വിട്ടയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. യേ ലോഗ് ബി കവിത കർത്തേ ഹേ. മേനെ കഹാ. അവരും കവിത എഴുതുന്നവരാണ്. ഞാൻ പറഞ്ഞു. കേണലിനെ ഉൻകോ ബി ഘർ ജാനെ കി ഇജാസത് ദേ ദി. കേണൽ അവർക്കും പോകാനുള്ള അനുമതി കൊടുത്തു. ഇസ് തരഹ് കവിത കെ കാരൻ ഉസ് റോസ് കരീബ് 50 ആദ്മിയോं की जान बच गई. അങ്ങനെ കവിത കാരണം ആ സമയത്ത് ഏകദേശം 50 ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടു. അസ്ലി യഥാർത്ഥ, റിയൽ. നൗക്കരോം വേലക്കാർ, സെർവൻസ്. പഡോസിയാം അയൽക്കാർ, നെയ്ബേഴ്സ്. ഗിരഫ്താർ അറസ്റ്റ് ചെയ്യുക, ടു അറസ്റ്റ്. സുർഖ് ചുവക്കുക, ഊഞ്ചായി ഉയരം. സിപ്പാഹിയോ പടയാളികൾ, സോൾജിയേഴ്സ്. ഇസത്ത്
ബഹുമാനത്തോടെ, റെസ്പെക്റ്റ്, ബേഹദ്, അളവില്ലാത്തത്ര, എക്സസീവ്. റിഹ, വിട്ടയക്കുക, ടു റിലീസ്. ഇജാസത്ത്, അനുമതി, അപ്രൂവൽ. ഗാലിബും കുടുംബവും ഒരിക്കൽ പിടിക്കപ്പെട്ടെങ്കിലും ഓഫീസർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും അയാൾ കവികളെ ബഹുമാനിക്കുന്നത് കൊണ്ടും അവരുടെയെല്ലാം ജീവൻ രക്ഷപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര കഷ്ടമാണ് അവരുടെ ജീവിതം. മരണത്തെ നേരിൽ കാണേണ്ടി വരുകയാണ്. യഹാം ഏക് പ്രശ്ന ദേഖിയേ. ഇൻകോ ഇജ്ജത്ത് കെ സാത്ത് ഘർ വാപസ് ചോड़ आओ. ब्राउन के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है? ഇദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി തിരികെ വീട്ടിലേക്ക് വിട്ടുവരൂ എന്ന് പറയുന്നതിലൂടെ കേണൽ ബ്രൗണിൻ്റെ സ്വഭാവത്തിൻ്റെ ഏത് സവിശേഷതയാണ് കാണാൻ സാധിക്കുന്നത്? ഉത്തർ ദേക്കോ. കേണൽ ബ്രൗൺ ക വിദായി ഏവം കവി കോ ഇജ്ജത്ത് ദേനെ വാലെ ഹേ. കേണൽ ബ്രൗൺ കവിതയെയും കവികളെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ദൂസരോं को मान्यता देने वाले ബാബു ഉൻകെ സ്വഭാവ് കി വിശേഷത ഹേ. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഭാവമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയായി കാണിച്ചിരിക്കുന്നത്. അഗ്ലി ബാഗ് ദേക്കോ. ഹം ഗലി വാലോ ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालत और कैदखाने में बंद कर दिए गए थे. ഞങ്ങൾ ഈ തെരുവിൽ ജീവിക്കുന്നവർ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. പക്ഷേ കസ്റ്റഡിയിലും തടവറയിലും അടയ്ക്കപ്പെട്ട ആയിരക്കണക്കിനു വരുന്ന പാവങ്ങളായ ദില്ലിവാലകളെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? ജയിൽ ഷഹർ സെ ബാഹർ ദി ഓർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. ജയിൽ പട്ടണത്തിനു പുറത്തും കസ്റ്റഡി ദില്ലിയുടെ ഉള്ളിലുമായിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോं में बेशुमार बेगुनाहों को टूस टूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. ഈ രണ്ടു സ്ഥലങ്ങളിലുമായി നിരവധി നിരപരാധികളായ മനുഷ്യരെ അടുക്കി വെച്ചതുപോലെ കുത്തി നിറച്ചു കൊള്ളിച്ചു വച്ചിരിക്കുകയാണ്. സാസ് ലേനെ മേ ബി ദിക്കത്ത് ഹോ രഹി ഥി. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ ദോനോ ഹി കൈദ്ഖാനോ കെ ബന്ദിയോं को बाद में फांसी दे दी गई. ആ ദിവസങ്ങളിൽ ജയിലിൽ അടക്കപ്പെട്ട ബന്ദികളെ പിന്നീട് തൂക്കിലേറ്റി. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ. അറിയില്ല എത്ര ലക്ഷം പേരാണ് മരിച്ചത് എന്ന്. കൈദ്ഖാനെ, ജയിൽ. ബേഷുമാർ, എണ്ണമില്ലാത്തത്ര, എക്സസീവ് നമ്പർ. ബേഗുനാഹോ, നിരപരാധികൾ, ഇന്നസെൻറ്റ്. ഫാസി, തൂക്കുകയർ, ടു എക്സിക്യൂട്ട്. ദില്ലി में अब कुछ ही हजार लोग बचे होंगे. ദില്ലിയിൽ ഇനി 1000 പേർ അവശേഷിക്കുന്നുണ്ടാകും. ബാക്കി സബ് അംഗ്രേസോं के गुस्से का शिकार हो गए. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരുടെ കോപത്തിന് ഇരയാക്കപ്പെട്ടു. ബച്ചെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ് ഗയേ. ദില്ലിയിൽ നിന്നും ഓടിപ്പോയവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. വേ ലോഗ് ഖുഷ് കിസ്മത്ത് തേ, വർണ ഉനെ ബി ഫാസി ദേ ദി ജാത്തി. അവർ ഭാഗ്യവാന്മാരായിരുന്നു, അല്ലെങ്കിൽ അവരെയും തൂക്കിലേറ്റുമായിരുന്നു. ദില്ലി മേ രഹ്ന ഹി ഉൻ ദിനോം മാനോം അപരാധ് ഹോ ഗയാ ഥാ. ദില്ലിയിൽ താമസിക്കുന്നത് എന്തോ അപരാധം പോലെയായിരുന്നു ആ കാലത്ത്. ഷിക്കാർ, ഇര, പ്രേ. ഖുഷ് കിസ്മത്ത്, ഭാഗ്യവാന്മാർ, ലക്കി. ഡൽഹിയിലെ അന്നത്തെ ജനസംഖ്യ പകുതിയായി കുറഞ്ഞു എന്നാണ് പറയുന്നത്. ബാക്കി പകുതിയെ ഇംഗ്ലീഷുകാർ വധിച്ചു കളഞ്ഞു. എന്തായാലും അവരുടെ കൊടും ക്രൂരത സഹിച്ചും സഹിക്കാൻ കഴിയാതെയും ഒരുപാട് നിരപരാധികൾ അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തു തടവിലാക്കപ്പെട്ട അവർ പിന്നീട് തൂക്കിലേറ്റപ്പെട്ടു. ഓടിപ്പോയവർ മാത്രം രക്ഷപ്പെട്ടു. ആകെ ദേഖിയേ. മേരെ പെഹചാൻ കാ ബിശ്തി ഥാ ചിരാഗ് അലി. എൻ്റെ പരിചയത്തിലുള്ള ഒരു വെള്ളം ചുമക്കുന്ന ആളുണ്ടായിരുന്നു, ചിരാഗ് അലി. ബെഹദ് സീതാ ആദ്മി, വളരെ സാധുവായ ഒരു മനുഷ്യൻ. रोज सुबह शाम नहर का पानी अपने मश्क में भरता और अल्लाह के गुण गाता हुआ
സടക്കോं കോ സീഞ്ചാ കർത്താ. എന്നും രാവിലെ തോട്ടിലെ വെള്ളം തൂക്കുപാത്രത്തിൽ നിറച്ച് അല്ലാഹുവിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ട് റോഡുകൾ നനയ്ക്കുമായിരുന്നു. ഗാനെ കെ ലിയെ ജോ ബി റൂക്കെ സൂക്കെ മിൽ ജാത്തി ഉസി കോ ഗലെ കെ നീച്ചെ ഉതാർ അപ്നെ മേ മഗ്ന രഹത്താ. കിട്ടുന്ന എന്ത് ഉണങ്ങി വരണ്ട ഭക്ഷണവുമാകട്ടെ അത് വായിൽ വെച്ച് തന്നിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു. एक रोज़ दिल्ली के बड़े हकीम हडसन साहिब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था. അങ്ങനെ ഒരിക്കൽ ദില്ലിയിലെ ഏറ്റവും വലിയ ഓഫീസർ ഹഡ്സൺ സാഹിബ് റോഡിൽ കൂടെ കുതിരസവാരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചിരാഗ് അലി റോഡ് നനയ്ക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹിബ് കോ സലാം നഹി കിയ, ഈശ്വർ കെ ഗുൺ ഗാത്താ രഹാ. അവൻ ഹഡ്സൺ സാഹിബിന് സലാം ചെയ്തില്ല, ഈശ്വരൻ്റെ ഗുണഗീതം പാടിക്കൊണ്ടേയിരുന്നു. ഹഡ്സൺ സാഹിബ് കോ ജോ ഗുസ്സ ആയ ഉन्होंने अपनी तलवार से अबागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. ഹഡ്സൺ സാഹിബിന് ദേഷ്യം വന്നതും അയാൾ തൻ്റെ വാളുകൊണ്ട് പാവം ചിരാഗ് അലിയുടെ വയർ കീറി മുറിച്ചു. എന്നിട്ട് മൃതദേഹം ദില്ലിയുടെ ഗേറ്റിന് മുകളിൽ തൂക്കിയിട്ടു. ഇൻഹി ഹഡ്സൺ സാഹിബ് ने बादशाह बहादुर शाह जफर के दोनों बेटों शहजादा फजल और मिर्ज़ा अबू बकर का भी गून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതേ ഹഡ്സൺ സാഹിബ് ബഹദൂർ ഷാ സഫറിൻ്റെ രണ്ടു മക്കളായ ഷഹസാദ ഫസൽ ഓർ മിർസ അബൂബക്കറിനെയും കൊന്ന് അവരുടെ തല ദില്ലി ഗേറ്റിൽ തൂക്കിയിട്ടു. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കാ ഗൂൻ കർനെ മേ ബഡാ മസ ആതാ താ. ഹഡ്സണിന് ഭാരതീയരെ വധിക്കുന്നത് വളരെ രസകരമായൊരു കാര്യമായിരുന്നു. പെഹച്ചാൻ പരിചയത്തിലുള്ള, നഹർ തോട് കനാൽ, മഷക് തൂക്ക് സഞ്ചി എ ലെതർ വാട്ടർ ബാഗ്, സീഞ്ച കർണ നനയ്ക്കുക, റൂക്കി സൂക്കി ഉണങ്ങി വരണ്ട, ഹാക്കിം ഓഫീസർ, ഗുസ്സ ദേഷ്യം, പേട്ട് വയർ സ്റ്റുമക്, ചീർ ഡാൽന കീറി മുറിക്കുക ടു കട്ട്, തൽവാർ വാൾ സ്വാഡ്, ലാഷ് മൃതദേഹം ഡെഡ് ബോഡി, ലട്കാന തൂക്കിയിടുക ടു ഹാങ്. ചിരാഗ് അലി ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതയ്ക്കിരയായ ഒരു വ്യക്തി മാത്രമായിരുന്നു. ബാക്കി ഇങ്ങനെ എത്ര പേരുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എത്ര പേരുടെ ചോര വീണിട്ടുണ്ട്. മനുഷ്യത്വരഹിത സമീപനം അല്ലേ ഇംഗ്ലീഷുകാർ നമ്മളോട് സ്വീകരിച്ചിരുന്നത്? എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കൂ. നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. अगली कक्षा में हम देखेंगे. तब तक धन्यवाद बच्चों. प्रश्न 1. लगा जैसे पानी नहीं मौत पी रहे हो. यहाँ किस हालत की ओर संकेत है? വെള്ളമല്ല മരണമാണ് കുടിക്കുന്നത് എന്ന് തോന്നി. ഇവിടെ ഏത് അവസ്ഥയെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്? उत्तर. दिल्ली की गली के घरों में पानी खत्म हुए. लोग पानी की तलाश में बर्तन लेकर निकल पड़े. शोरे के पानी को घरों में ले जाकर लोग पीने लगे. विवशता के कारण लोगों को कड़वा और बदबूदार पानी पीना पड़ता है. यहाँ पानी के अभाव की ओर संकेत है. ദില്ലിയിലെ തെരുവുകളിലെ വീടുകളിൽ വെള്ളം തീർന്നുപോയി. ആളുകൾ വെള്ളം തിരഞ്ഞ് പാത്രവുമായി ഇറങ്ങി. വെടിമരുന്ന് കലർന്ന വെള്ളം ആളുകൾ വീട്ടിൽ എത്തിച്ചു കുടിക്കുവാൻ തുടങ്ങി. നിസ്സഹായരായ അവർക്ക് കയ്പുള്ളതും ദുർഗന്ധമുള്ളതുമായ വെള്ളം കുടിക്കേണ്ടി വന്നു. ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ചാണ്
സൂചിപ്പിക്കുന്നത്? प्रश्न 2, इनको इज्जत के साथ घर वापस छोड़ आओ। ब्राउन के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है? ഇവരെ സാദരം വീട്ടിൽ തിരിച്ചു കൊണ്ടുവിട്ടുവരൂ. ബ്രൗണിന്റെ സ്വഭാവത്തിലെ എന്ത് വിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? उत्तर, कर्नल ब्राउन कविता एवं कवि को इज्जत देने वाले हैं। दूसरों को मान्यता देने वाला भाव उनके स्वभाव की विशेषता है। कविता के कारण 50 आदमियों की जानें बच गई। കേണൽ ബ്രൗൺ കവിതയെയും കവിയെയും ബഹുമാനിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയാണ്. കവിത കാരണം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. प्रश्न 3, मेरा तो भूखा रहने की आदत ही हो गई है। गालिब को भूखा रहने की आदत कैसे हुई होगी? എനിക്ക് വിശപ്പ് ശീലമായിരിക്കുന്നു. ഖാലിബിന് വിശന്നിരിക്കുന്നത് ശീലമായത് എങ്ങനെയാകും? उत्तर, स्वतंत्रता संग्राम के समय लोग खाने पीने की चीजों के लिए तरसते थे। इससे गालिब अक्सर भूखा रहा होगा। भूख सहते सहते उन्हें भूखा रहने की आदत सी हुई होगी। സ്വാതന്ത്ര്യ സമരകാലത്ത് ആളുകൾ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി പിടയുകയായിരുന്നു. അതുകൊണ്ട് ഖാലിബിന് എപ്പോഴും വിശന്നിരിക്കേണ്ടതായി വരാറുണ്ടാകാം. വിശപ്പ് സഹിച്ച് സഹിച്ച് അദ്ദേഹത്തിന് അതൊരു ശീലമായിട്ടുണ്ടാകാം. प्रश्न 4, मैं कपड़े खा रहा हूं। इससे गालिब की किस हालत की ओर संकेत है? ഞാൻ വസ്ത്രം കഴിക്കുന്നു. ഖാലിബിന്റെ അവസ്ഥയെ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? उत्तर, गालिब अकेला जीवन बिता रहे हैं। घर में दाना पानी कुछ भी नहीं है। उनके दोस्त एक एक होकर मारे गए। जीने के लिए वे अपना बिस्तर और कपड़े बेच रहे हैं। यहाँ युद्ध की भयानकता को भोगने वाले गालिब की दयनीय दशा हम देख सकते हैं। ഗാലിബ് ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. വീട്ടിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ല. അവന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ഉപജീവനത്തിനായി അവർ കിടക്കയും വസ്ത്രങ്ങളും വിൽക്കുകയാണ്. ഇതാ യുദ്ധം. ഭീകരത അനുഭവിക്കുന്ന ഖാലിബിന്റെ ദയനീയാവസ്ഥ നമുക്ക് കാണാൻ കഴിയും. जिस गली में मैं रहता हूं, टेक्स्ट बुक एक्टिविटीज। प्रश्न 1, गालिब ने अपनी डायरी में अपनी दरिया दिली और हमदर्दी का मिसाल पेश किया है। ऐसे उदाहरण पाठ भाग में तलाशें। ഗാലിബ് തന്റെ ഡയറിയിൽ ഉദാരമനസ്കതയുടെയും സഹാനുഭൂതിയുടെയും ഉദാഹരണങ്ങൾ കാണിച്ചിരിക്കുന്നു. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പാഠത്തിൽ നിന്നും തിരയൂ. उत्तर, गालिब भूखी मेहरुनिसा के घर रोटियां पहुंचाई। शिवजी राम भविष्य के प्रति उम्मीद रखने का सलाह देता है।
बाल मुकुंद। बाल मुकुंद ने प्रतिकूल परिस्थिति में भी गालिब की चिकित्सा का प्रबंध किया। हरिगोपाल तुफ्ता। हरिगोपाल तुफ्ता ने रुपये एवं गेहूं भिजवाकर गालिब की मदद की। ഗാലിബ് വിശന്നിരിക്കുന്ന മെഹറുന്നീസയുടെ വീട്ടിൽ ഭക്ഷണമെത്തിച്ചു. ശിവജി റാം ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കാൻ ഉപദേശിക്കുന്നു. ബാൽ മുകുന്ദ് പ്രതികൂല സാഹചര്യത്തിലും ഗാലിബിന് ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഹരിഗോപാൽ തുഫ്ത പണവും ഗോതമ്പും അയച്ചുകൊടുത്ത് സഹായിച്ചു. जिस गली में मैं रहता हूं, विधात्मक प्रश्न। प्रश्न 1। हडसन साहब ने अभागे चिराग अली को मार दिया। इस पर एक समाचार तैयार करें। उत्तर। ഹഡ്സൺ സാഹബ് പാവം ചിരാഗ് അലിയെ കൊന്നുകളഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കുക. उत्तर। खूनी हडसन की करतूत जारी, एक बेगुनाह और मारा गया। दिल्ली। बड़े हाकिम हडसन के हिंदुस्तानियों को मारने का क्रम अभी जारी है। कल चिराग अली नामक बिश्ती को मारकर दिल्ली दरवाजे पर टांग दिया। प्रत्यक्षदर्शियों का कहना है कि चिराग अली सड़क सींच रहा था। उस समय हडसन घोड़े पर सवार होकर निकला। चिराग अली उन्हें सलाम नहीं किया। इससे क्रुद्ध होकर हडसन ने अपने तलवार से चिराग अली का पेट चीर डाला। बाद में लाश दिल्ली दरवाजे पर टांग दी। हडसन के इस हरकत से दिल्ली में आतंक का माहौल फैल गया है। मौके पर बड़ी संख्या में अंग्रेज सेना तैनात है। കൊലയാളി ഹഡ്സന്റെ പ്രവൃത്തികൾ തുടരുന്നു. ഒരു നിരപരാധി കൂടി കൊല്ലപ്പെട്ടു. ദില്ലി. വലിയ ഓഫീസറായ ഹഡ്സന്റെ ഇന്ത്യക്കാരെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തികൾ തുടരുന്നു. ഇന്നലെ ചിരാഗ് അലി എന്നു പേരായ ഒരു വെള്ളം ചുമയ്ക്കുന്ന ആളിനെ കൊന്ന് ദില്ലി കവാടത്തിൽ തൂക്കിയിട്ടു. ദൃക്സാക്ഷികൾ പറയുന്നത് ചിരാഗ് അലി റോഡ് നനയ്ക്കുകയായിരുന്നു. ആ സമയത്ത് ഹഡ്സൺ കുതിരപ്പുറത്ത് സവാരി ചെയ്തു വന്നു. ചിരാഗ് അലി അദ്ദേഹത്തെ വണങ്ങിയില്ല. ഇതിൽ ക്രുദ്ധനായ ഹഡ്സൺ തന്റെ വാളുകൊണ്ട് ചിരാഗ് അലിയുടെ വയറ് വെട്ടിക്കീറി. ശേഷം മൃതദേഹം ദില്ലി കവാടത്തിൽ തൂക്കിയിട്ടു. ഹഡ്സന്റെ ഈ പ്രവൃത്തി കാരണം ദില്ലിയിൽ ഭീതി പരന്നിരിക്കുന്നു. ഈ അവസരത്തിൽ വലിയ ഒരു ഇംഗ്ലീഷ് സേന തന്നെ തയ്യാറായിരിക്കുകയാണ്. प्रश्न 2। देश की आजादी के पीछे बहुत बड़ा इतिहास है। स्वतंत्रता आंदोलन की ऐतिहासिक घटनाओं पर विशेषांक तैयार करें। രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐതിഹാസിക സംഭവങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക പതിപ്പ് തയ്യാറാക്കുക. उत्तर। 1857 का प्रथम भारतीय स्वतंत्रता संग्राम। यह गुर्जर विद्रोह, सिपाही विद्रोह और भारतीय विद्रोह के नाम से भी जाना जाता है, जिसकी शुरुआत मेरठ के कोतवाल धन सिंह गुर्जर ने 10 मई 1857 को की। ब्रिटिश शासन के विरुद्ध एक सशक्त विद्रोह था। यह विद्रोह 2 वर्षों तक देश के विभिन्न क्षेत्रों में चला। यह पहले छोटे रूप में शुरू हुआ और बाद में बड़ा रूप ले लिया। विद्रोह का अंत भारत में ईस्ट इंडिया कंपनी के शासन की समाप्ति के साथ हुआ
और पूरे भारत पर ब्रिटेन का प्रत्यक्ष शासन आरंभ हो गया, जो अगले 10 वर्षों तक चला। नमक सत्याग्रह। नमक कानून तोड़ने के लिए गांधी जी के नेतृत्व में 12 मार्च 1930 को साबरमती आश्रम से एक यात्रा शुरू हुआ। इसे दंडी मार्च कहते हैं। 6 अप्रैल 30 को गांधी जी ने नमक कानून तोड़ा। नमक यात्रा कम से कम 3 कारणों से उल्लेखनीय थी। पहला, यही वह घटना थी जिसके चलते महात्मा गांधी दुनिया की नजर में आए। दूसरा, यह पहली राष्ट्रवादी गतिविधि थी जिसमें औरतों ने भी बढ़ चढ़कर हिस्सा लिया। तीसरा और सबसे महत्वपूर्ण कारण यह था कि नमक यात्रा के कारण ही अंग्रेजों को यह एहसास हुआ था कि अब उनका राज बहुत दिन तक नहीं टिक सकेगा। 1857 ആദ്യ സ്വാതന്ത്ര്യ സമരം. ഇത് ഗുർജർ ലഹള, ശിപായി ലഹള, ഭാരതീയ ലഹള എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതിന് തുടക്കം കുറിച്ചത് മെയ് 10, 1857 മേറഡിലെ അധികാരിയായിരുന്ന ധൻസിംഗ് ഗുർജറാണ്. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു വലിയ എതിർത്തുനിൽപ്പായിരുന്നു. ലഹള 2 വർഷത്തോളം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഇത് ആദ്യം ചെറിയ രൂപത്തിൽ തുടങ്ങി വലിയ രൂപം കൈക്കൊണ്ടു. ഈ ആഘോഷം ഭാരതത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമാപനം വരെ നീണ്ടുനിന്നു. ശേഷം ഭാരതത്തിൽ ബ്രിട്ടൻ നേരിട്ട് ഭരണം നടത്തി. ഇത് അടുത്ത 10 വർഷത്തോളം നീണ്ടുനിന്നു. ഉപ്പു സത്യാഗ്രഹം. ഉപ്പുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിനെതിരായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മാർച്ച് 12, 1930 സബർമതി ആശ്രമത്തിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. ഇതിനെ ദണ്ഡി യാത്ര എന്നാണ് പറയുന്നത്. ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചു. ഉപ്പു സത്യാഗ്രഹം 3 കാരണങ്ങൾ കൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു. ആദ്യത്തേത്, ഈ സംഭവം വഴിയാണ് ഗാന്ധിജി ലോകത്തിനു മുന്നിൽ എത്തിയത്. രണ്ടാമത്തേത്, ഇത് സ്ത്രീകൾ കൂടുതലായി മുന്നോട്ട് വന്ന് പങ്കെടുക്കുന്ന രാഷ്ട്രപ്രവർത്തനമായിരുന്നു. മൂന്നാമതായി ഏറ്റവും പ്രധാന കാരണം, ഉപ്പു സത്യാഗ്രഹം വഴി ഇംഗ്ലീഷുകാർക്ക് ബോധ്യമായി ഇനി അവരുടെ ഭരണം അധികനാൾ നീണ്ടുനിൽക്കില്ല എന്ന്. जिस गली में मैं रहता हूँ, एडिशनल क्वेश्चंस एंड आंसर्स. प्रश्न 1. दिल्ली वालों में क्यों भगदड़ मच गई? ദില്ലിയിലെ ജനങ്ങൾ എന്തിനാണ് പലായനം ചെയ്യാൻ ആരംഭിച്ചത്? उत्तर. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. उन्होंने गरीबों के घर भी जला दिए. गोरों के डर से दिल्ली वालों में भगदड़ मच गई. ഇംഗ്ലീഷുകാർ ദില്ലിയിൽ എത്തിയതും ആളുകളെ കൊല്ലാൻ ആരംഭിച്ചു. അവർ പാവപ്പെട്ടവരുടെ വീടുകളും കത്തിച്ചു. വെള്ളക്കാരെ ഭയന്ന് ആളുകൾ ഓടിയൊളിക്കുവാൻ തുടങ്ങി. प्रश्न 2. लोगों ने क्यों गली का दरवाजा बंद करके पत्थर रख दिया? ആളുകൾ എന്തിനാണ് തെരുവിന്റെ വാതിലടച്ച് കല്ല് വെച്ചത്? उत्तर. मिर्जा गालिब के गली का एक ही दरवाजा था. गोरों के आने के डर से लोगों ने गली का दरवाजा बंद करके पत्थर रख दिया. മിർസ ഖാലിബിന്റെ തെരുവിന് ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളക്കാർ വരും എന്ന് പേടിച്ചാണ് അവർ തെരുവിന്റെ വാതിലടച്ച് കല്ലുവെച്ചത്. प्रश्न 3. इनको इज्जत के साथ घर वापस छोड़ाओ. ब्राउन के इस निर्णय से उनके चरित्र की कौन सी विशेषता का परिचय मिलता है? ഇദ്ദേഹത്തെ സാദരം തിരിച്ചു വീട്ടിൽ വിട്ടിട്ടു വരൂ. ബ്രൗണിന്റെ ഈ തീരുമാനത്തിൽ
അദ്ദേഹത്തിന്റെ എന്ത് സ്വഭാവസവിശേഷതയാണ് വ്യക്തമാകുന്നത്? उत्तर। ब्राउन एक अच्छा आदमी था। साहित्यकार और उनकी रचनाओं से उनका प्यार और आदर था। इसी कारण से उसने गालिब और उनके मित्रों को छोड़ने का निश्चय किया। ബ്രൗൺ ഒരു നല്ല മനുഷ്യനായിരുന്നു. സാഹിത്യകാരോടും അവരുടെ രചനകളോടും അദ്ദേഹത്തിന് സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഗാലിബിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും വിട്ടയക്കാൻ തീരുമാനിച്ചത്. प्रश्न 4। इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूंस ठूंस कर भर दिया गया था। इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो। कैद खानों की कौन सी हालत इससे स्पष्ट होती है? ഈ രണ്ടിടങ്ങളിലും അസംഖ്യം നിരപരാധികളെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. അവരെ നിറച്ചിരിക്കുന്നതെങ്ങനെയെന്നാൽ മനുഷ്യനുള്ളിൽ മനുഷ്യനെ നിറയ്ക്കുന്നതുപോലെ. ജയിലുകളിലെ എത്തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്? उत्तर। कैदखानों की हालत बड़ी दर्दनाक थी। तंग जगहों पर अनेकों को भर दिया गया था। इतनी कठिनाई थी कि सांस लेने तक मुश्किल थी। इससे कैदखानों में हजारों की मृत्यु होती थी। कैदखानों की इस हालत के शिकार बेगुनाह लोग थे। ജയിലുകളുടെ അവസ്ഥ വളരെ വേദനാജനകമായിരുന്നു. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കുറേയേറെ ആളുകളെ നിറച്ചിരുന്നു. അവിടെ ശ്വാസമെടുക്കാൻ പോലും കഷ്ടപ്പെട്ടിരുന്നു. ആയതിനാൽ ജയിലുകളിൽ ആയിരക്കണക്കിനു പേരുടെ മരണം സംഭവിച്ചിരുന്നു. ജയിലുകളുടെ ഈ അവസ്ഥയിൽ വേട്ടയാടപ്പെട്ടിരുന്നത് നിരപരാധികളായ ജനങ്ങളായിരുന്നു. प्रश्न 5। दिल्ली के बड़े हाकिम हडसन कैसे आदमी थे? ദില്ലിയിലെ വലിയ അധികാരി ഹഡ്സൺ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? उत्तर। हडसन एक क्रूर आदमी था। हिंदुस्तानियों का खून करने में उसे बड़ा मजा आता था। ഹഡ്സൺ ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. ഭാരതീയരുടെ ജീവൻ എടുക്കുന്നതിൽ അയാൾക്ക് ആനന്ദം അനുഭവപ്പെട്ടിരുന്നു. प्रश्न 6। गरीब मेहरुनिसा की सहायता गालिब ने कैसे की? പാവപ്പെട്ട മെഹറുന്നിസയെ ഗാലിബ് എങ്ങനെയാണ് സഹായിച്ചത്? उत्तर। मेहरुनिसा घर घर झाड़ू लगाकर अपना गुजर बसर करती थी। अंग्रेजों के डर से दिल्ली वाले भाग गए। मेहरुनिसा काम न मिलने से भूखी मरने लगी। तब गालिब ने अपने हिस्से की रोटियां मेहरुनिसा के घर भिजवाकर स्वयं भूखा रहा। इस प्रकार उन्होंने मेहरुनिसा की मदद की। മെഹറുന്നീസ വീടുകളിൽ മുറ്റമടിച്ചും മറ്റുമാണ് ജീവിച്ചിരുന്നത്. ഇംഗ്ലീഷുകാരെ പേടിച്ച് ദില്ലിക്കാരെല്ലാം ഓടിയൊളിച്ചു. മെഹറുന്നീസയ്ക്ക് ജോലിയില്ലാതായ കാരണം വിശന്ന് വലയാൻ തുടങ്ങി. അപ്പോൾ ഗാലിബ് തന്റെ ഭക്ഷണത്തിന്റെ ഭാഗം മെഹറുന്നീസയുടെ വീട്ടിലേക്കെത്തിച്ച് സ്വയം വിശപ്പ് സഹിച്ചു. ഇപ്രകാരം അദ്ദേഹം മെഹറുന്നീസയെ സഹായിച്ചു. प्रश्न 7। मुझे जिंदगी बाल मुकुंद की मदद से ही वापस मिली। गालिब का यह कथन क्या संदेश देता है? എനിക്ക് ബാൽ മുകുന്ദിന്റെ സഹായത്താൽ ജീവൻ തിരിച്ചു കിട്ടി. ഗാലിബിന്റെ ഈ വാക്കുകൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? उत्तर। जाति धर्म के नाम पर लोग अक्सर झगड़ते हैं, लेकिन यहाँ मुसीबत के समय बाल मुकुंद जाति धर्म का परवाह किए बिना गालिब की मदद करता है। मुसीबत के समय जाति धर्म की भावना नहीं, आपसी सहकारिता ही सहायक बन जाती है। यही संदेश
गालिब के इस कथन से मिलता है। ജാതി, മതം എന്നിവയുടെ പേരിൽ ആളുകൾ എപ്പോഴും തമ്മിലടിക്കുന്നു. എന്നാൽ ഇവിടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ജാതിഭേദം നോക്കാതെ ബാൽ മുകുന്ദ് ഗാലിബിനെ സഹായിച്ചു. ബുദ്ധിമുട്ടിന്റെ സമയത്ത് ജാതിയോ മതമോ അല്ല, പരസ്പരമുള്ള സഹകരണമാണ് സഹായകമാവുക. ഈ സന്ദേശമാണ് ഗാലിബിന്റെ ഈ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. प्रश्न 8। दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ, इसका क्या मतलब है? മറ്റുള്ളവർ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ഞാൻ തുണി കഴിക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? उत्तर। अपनी कविता के बिना गालिब को आजीविका चलाने का कोई मार्ग नहीं था, लेकिन अंग्रेजों के शासन में यह मुश्किल हो गया। तब अपने बिस्तर कपड़े बेच बेच कर उस पैसे से जिंदगी गुजारने लगा। कपड़े खाने का मतलब यहाँ कपड़े बेचकर रोटी खरीद कर खाना है। തന്റെ കവിതയല്ലാതെ ഗാലിബിന് നിത്യവൃത്തി നടത്താനായി മറ്റൊരു മാർഗവുമുണ്ടായിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ഭരണത്തിൽ അതെല്ലാം പ്രയാസകരമായി. അപ്പോൾ അദ്ദേഹം കയ്യിലുള്ള കിടക്കയും തുണികളുമെല്ലാം വിറ്റ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയി. തുണി തിന്നുക എന്നതിനർത്ഥം തുണി വിറ്റ് ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നാണ്. जिस गली में मैं रहता हूँ, ग्रामर। व्याकरण के प्रश्न। വ്യാകരണ ചോദ്യങ്ങൾ. प्रश्न 1। संबंध पहचाने। मेरा पड़ोसी हीरा सिंह एक नौजवान है, वह मुझे हिम्मत बंधाता है। रेखांकित शब्दों पर ध्यान दें, इनके बीच का संबंध पहचाने। ബന്ധം തിരിച്ചറിയൂ. എന്റെ അയൽക്കാരൻ ഹീരാ സിംഗ് ഒരു ചെറുപ്പക്കാരനാണ്. അവൻ എന്നെ ധൈര്യവാനായിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കൂ. അവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയൂ. उत्तर। उपयुक्त वाक्य में हीरा सिंह संज्ञा है। वाक्य में संज्ञा का बार बार प्रयोग भाषा के सौंदर्य को नष्ट करता है, इसलिए संज्ञा के बदले उसी अर्थ में दूसरे शब्द का प्रयोग करता है, उसे सर्वनाम कहते हैं। यहाँ वह सर्वनाम है। മുകളിൽ പറഞ്ഞ വാക്യത്തിൽ ഹീരാ സിംഗ് നാമമാണ്. വാക്യങ്ങളിൽ നാമത്തിന്റെ കൂടെയുള്ള പ്രയോഗം ഭാഷയുടെ സൗന്ദര്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് നാമത്തിനു പകരമായി അതേ അർത്ഥത്തിൽ മറ്റൊരു പദം പ്രയോഗിക്കുന്നു. അതിനെ സർവനാമം എന്നു വിളിക്കുന്നു. ഇവിടെ വഹ്, അവൻ എന്നത് സർവനാമമാണ്. प्रश्न 2। यह कार्य करें। 1। तालिका के वाक्यों का विश्लेषण करें। 2। वाक्यों में प्रयुक्त सर्वनामों को पहचानें। 3। इन सर्वनामों से संबंधित संज्ञाओं को पाठ भाग से चुन लें। 4। तालिका की पूर्ति करें। ഈ പ്രവർത്തനം ചെയ്യൂ. 1. ചാർട്ടിലെ വാക്യങ്ങളെ നിരീക്ഷിക്കൂ. 2. വാക്യങ്ങളിലെ സർവനാമങ്ങളെ തിരിച്ചറിയൂ. 3. ഈ സർവനാമങ്ങളുമായി ബന്ധപ്പെട്ട നാമങ്ങൾ പാഠത്തിൽ നിന്നും തിരഞ്ഞെടുക്കൂ. 4. ചാർട്ട് പൂർത്തിയാക്കൂ. वाक्य। उन्होंने गरीबों के घर भी जला दिए। सर्वनाम वे। संज्ञा अंग्रेज। वाक्य। अपनी अपनी जान बचाकर वे भाग निकले। सर्वनाम वे। संज्ञा दिल्ली वाले। 1. വാക്യം. അവർ പാവങ്ങളുടെ വീടുകളും കത്തിച്ചു.
സർവനാമം അവർ. നാമം ഇംഗ്ലീഷുകാർ. വാക്യം: സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആളുകൾ ഓടിപ്പോയി. സർവനാമം അവർ. നാമം ദില്ലിയിലെ ജനങ്ങൾ.